അയർലൻഡിൽ മേയറായി അങ്കമാലിക്കാരൻ ബേബി പെരേപ്പാടനാണ് സൗത്ത് ഡബ്ലിൻ കൗണ്ടി കൗൺസിലിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡോക്ടറായ മകൻ ബ്രിട്ടോ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായാണ് ഒരു മലയാളി അയർലൻഡ് മേയറാകുന്നത്. അതും അയർലൻഡുകാരായ എതിരാളികളെ പരാജയപ്പെടുത്തി. സ്വതന്ത്രനായി മത്സരിച്ച ആദ്യം പരാജയപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഭരിക്കുന്ന ഫിനഗൽ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിച്ചാണ് ബേബി ജയമുറപ്പിച്ചത്. 2024 ജൂൺ മാസം 7-ാം തീയതി നടന്ന ലോക്കൽ ഇലക്ഷനിൽ ഞങ്ങളുടെ പാർട്ടിക്ക് 9 സീറ്റ് കിട്ടുകയും 2024 ജൂൺ മാസം 21-ാം തീയതിയാണ് മേയർ തെരഞ്ഞെടുപ്പ് വന്നത്. 24-21 ജൂണിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഞാൻ 23 വോട്ട് കിട്ടുകയും നല്ല ഭൂരിപക്ഷത്തിൽ മേയറാവുകയും ചെയ്തു. കേരളത്തിൽ നിന്നടക്കം നിരവധി പേർ ജോലിക്കായി അയർലൻഡിലേക്ക് ചേക്കേറുന്നുണ്ട്. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന് മേയർ 24നോട്. ഞാൻ മേയറായതിനു ശേഷം പിറ്റേ ആഴ്ച തന്നെ ഇന്ത്യൻ അംബാസഡറുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ. കൂടുതൽ വരും കാലങ്ങളിൽ കൂടുതൽ ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള ബന്ധം കൂടുതൽ നല്ല ശക്തിയോടുകൂടി പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുവേണ്ടി എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. മലയാളത്തിന്റെ കരുത്തിരട്ടിയാക്കി ബേബി പെരേപ്പാടന്റെ മകനും താല സെൻട്രലിൽ നിന്ന് വിജയിച്ച കൗൺസിലിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതും ആദ്യ ശ്രമത്തിൽ തന്നെ. എനിക്ക് അങ്ങനെ നാട്ടിലെ രാഷ്ട്രീയത്തിനെ പറ്റി അറിയില്ല, പക്ഷെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടുത്തെ പോലെ അവിടെ കുറേയും കൂടെ സ്ട്രിക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നമ്മളൊരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ അടുത്ത പ്രാവശ്യം ആൾക്കാർ ജയിപ്പിക്കില്ല. 24 വർഷമായി ബേബി പെരേപ്പാടനും കുടുംബവും അയർലൻഡിലെത്തിയിട്ട് സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തനമാണ് ചരിത്ര നേട്ടത്തിന് വഴിവെച്ചത്. ഇന്ത്യ അയർലൻഡ് ബന്ധം കൂടുതൽ ശക്തമാക്കാൻ മലയാളി മേയർക്ക് നിർണായക പങ്കുവഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 24 കൊച്ചി.